കൊല്ലം തോറും നടത്തിവരാറുള്ള ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ച ഇപ്രാവശ്യവും പൂവത്താണി നടുവിലത്താണിയിൽ അതിഗംഭീരമായി അതിൻ്റെ ഭംഗിയോടുകൂടെ തന്നെ നടത്താൻ കഴിഞ്ഞു. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദിൻ്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ കുഞ്ഞലവി കുഞ്ഞിപ്പോക്കർ മൊഹിയുദ്ദീൻ തുടങ്ങിയ മഹാരഥന്മാരുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് നാം എല്ലാവരും ഓരോ നാട്ടിലും ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ച നടത്തപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇപ്രാവശ്യവും അതിഗംഭീരമായി നടത്താൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് നാട്ടുകാരും കമ്മിറ്റിക്കാരും. ഇവിടെ ഏകദേശം എത്ര വീടുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ നേർച്ചയിൽ? ആദ്യമായിട്ട് 100 വീടുകളുണ്ട്. 125 വീടുകളുണ്ട്. ഇപ്പോൾ കുറച്ച് വീടുകൾ കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ 125 വീടുകളും 125 വീടുകളുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മളെ നല്ല വൃത്തിയായിട്ട് നമ്മളെ ഇവിടെ തന്നെ നടന്നു പോകണുള്ളൂ. അസ്സലാമു അലൈക്കും. നമ്മളെ നടുവിലത്തണിക്കത്തെ നേർച്ച ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ നേർച്ചയിൽ പങ്കെടുക്കണതാണ്. എല്ലാ കൊല്ലം എവിടെയാണെങ്കിലും ഈ നടുവിലത്താണി നേർച്ചയ്ക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ടാവും. ഓമന ശുഹദാക്കളെ നേർച്ച എന്ന് പറഞ്ഞാൽ നടുവിലത്താണിയിൽ ഒരു ഇതാണ്. നമ്മളെ മുതാത്താൻ്റെ പേരിലിരുന്നു ആദ്യം പഴയ കാലത്ത്. മൊത്തളക്കിക്കോളി. ഭക്ഷണം കൊടുക്കാറായില്ലേ അല്ലേ? ആ തുടുപ്പുമ്പോ പൊങ്ങിയതേ കോഴി അതെല്ലാം നീർച്ച കിട്ടാണ്. കോഴിനെ നീർച്ചയാക്കിയതാണ്. നീർച്ചക്ക് അല്ലേ? നമ്മളെ ഒമാനൂർ ശുഹദാക്കളെ നീർച്ചയാക്കി. ലേലുണ്ടോ? നാടൻ കോഴി 400 പുസ്തകം 400 അവിടെ 400 400 നാടൻ കോഴി അന്ന് പൊന്തിച്ച ഇദ്രസ അന്ന് പൊന്തിച്ച 425 ഒരു കോഴി ലേലം അവിടെ നാടൻ കോഴി അന്ന് പൊന്തിച്ച ചോർന്നും കണ്ട് വിട്ടു. ഈ കോഴി പറഞ്ഞാല് ഈ കോഴിയാണ് 425 നാടൻ കോഴി ലേലം. നമ്മളെ സലാമൊക്കെ ഇവിടെ എത്തിയിട്ടില്ലേ? സ്വർഗത്തിന് പോയി വാങ്ങണ്ട. 450 കുടുക്കിയിലാകാം. 500 550. അതാ മത്സരം പൊടി പൊടിക്കുന്നു. ദീനിന്റെ കാര്യത്തിൽ മത്സരം ഉഷാറാണ്. അത് അള്ളാഹു ഖൈർ ചെയ്യും അല്ലേ? ഉറപ്പല്ലേ? ദീനിന്റെ കാര്യത്തിൽ മത്സരമാണെന്ന്. മത്സരമാണ്. 550 സലാം ഭായ്. ഞാൻ മത്സരിക്കൂല. 550 ഒരു വട്ടം. 550 ഒരു വട്ടം. ആരാണ് 550 ആളെ? പഴയ ശ്രോതാക്കള്. 550 2 വട്ടം. കൊടപ്പറക്കല കുട്ടിയാ 550 3 വട്ടം. കോഴിക്കോട് മുസ്തഫ അല്ലേ? 3 വട്ടം മുസ്തഫ. നമ്മളെ കൊടപ്പന മുസ്തഫ.
ജമീലെ പീട്ടി ഒച്ചുണ്ടാക്കണ്ട ഓരോ പേര് കൊറേ കട്ട് ചെയ്തായിരിക്കും അല്ല ഇനി രണ്ടാമത് വരും അല്ലേ ബാബുവാ അത് അസിപ്പെ തന്നെ ആരാണ് ജമീല എന്താ പറഞ്ഞത് ഇല്ല പോയിട്ടില്ല സൈദബുവിന്റെ പോയി ഇറച്ചിപ്പാത്രം ഇങ്ങോട്ട് വരട്ടെ. നേർച്ചയ്ക്ക് നേതൃത്വം നൽകിയ പല കാരണവന്മാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അള്ളാഹു അവരുടെയൊക്കെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഇന്ന് നേതൃത്വം നൽകുന്ന നമ്മുടെ കാരണവന്മാർക്കും സഹോദരങ്ങൾക്കും അള്ളാഹു അഭിവൃദ്ധിയും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.